എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്കിപ്പോൾ? എന്തെങ്കിലും മനസ്സിലായോ? ട്രെൻഡ് മാറി. ട്രെൻഡ് മാറി. ഓക്കെ, ഫൈൻ. എന്ന് വെച്ചാൽ ട്രെൻഡ് ഞാൻ ഇവിടുന്ന് വായിക്കുന്നത്, അല്ല ഇവിടുന്ന് മുകളിൽ നിന്ന് വരയ്ക്കാം കേട്ടോ. എന്താ ഞാൻ വരാൻ പറഞ്ഞില്ലേ, വളരെ മിടുക്കായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പം നിങ്ങളിതിൽ 2 ട്രെൻഡ് മാറി. 2 ട്രെൻഡിനെയും വെച്ചിട്ട് ഞാൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത്? ട്രെൻഡ് ലൈൻസ് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ട്രെൻഡ് മാറി എന്നുള്ളത് അല്ലേ? അല്ലേ? ഓക്കെ, ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ ഹിഡൻ ആയിരിക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ് ഇതിൽ ഹിഡൻ ആയിരിക്കുന്ന വേറെ കാര്യം? നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജി ഇതിലുണ്ട്. നോക്ക്, എടുത്തുകൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ട്രേഡിംഗ് സ്ട്രാറ്റജി സപ്പോർട്ട്. ട്രേഡിംഗ് സ്ട്രാറ്റജി ഇവിടെ ഉണ്ടോ? ശബ്ദം എനിക്ക് ക്ലിയർ ആവണില്ല ഇപ്പോൾ പറയുന്ന ആൾ. 1 വന്നോ? 2 വന്നോ? ഇത് ബ്രേക്ക് ചെയ്ത് ഇതിൽ റീടെസ്റ്റ് ചെയ്യുമ്പോഴാണ് എൻട്രി എടുക്കുക. ഞാൻ പറഞ്ഞു ഇവിടെയെങ്കിലും വെക്കണം, അങ്ങനെയായിരുന്നു വെച്ചത്. പക്ഷെ നമ്മൾ പലപ്പോഴും വലിയ ഇതായതുകൊണ്ട് നമ്മൾ ചെറുത് ഇതായിൽ വെക്കാറുണ്ട്. എൻട്രി എടുക്കുക. എവിടം വരെ വെക്കുക നമ്മൾ? ഇതിൻ്റെ താഴെ വരെ മാക്സിമം അല്ലേ? ഇതിൻ്റെ താഴെ വരെ മാക്സിമം. ഞാൻ ഉദാഹരണത്തിന് വയ്ക്കുന്നു, ഇതിൻ്റെ താഴെ വരെ മാക്സിമം. ഇങ്ങനെയാണോ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത്? ആണോ പറഞ്ഞു തന്നിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ പഠിച്ചു തമ്മിൽ ബന്ധം ഉണ്ടായോ? ക്ലാരിറ്റി കൂടിയോ? ക്ലാരിറ്റി കൂടിയോ? അപ്പൊ എങ്ങനെയാണ് ഇനി മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കുക? നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കുക ഇനി പോയിട്ട്? ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലാവുകയാണെങ്കിൽ സ്ട്രക്ചർ ചേഞ്ച്, ഞാൻ പലപ്പോഴും പറയാറുണ്ട് സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത്. ആ സ്ട്രക്ചർ ചേഞ്ച് ആയ ഏരിയ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു റണ്ണ് കിട്ടും. വലിയൊരു റണ്ണ് കിട്ടും. അപ്പൊ എങ്ങനെയാണ് ഇനി നിങ്ങൾ പോയി വരയ്ക്കുക? ഇങ്ങനെ സ്ട്രക്ചർ കണ്ടു, ആദ്യം ട്രെൻഡ് ലൈൻ വരച്ചു. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചതെല്ലാം കൂടിയിട്ട് കൂട്ടി വെച്ചിട്ടാണ് എടുപ്പിക്കുന്നത് കേട്ടോ. ആദ്യം സ്ട്രക്ചർ കണ്ടു, ട്രെൻഡ് ലൈൻ വരച്ചു. അടുത്തെന്താ ചെയ്യുക? ഇവിടുന്ന് ഒരു ചേഞ്ച് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടം വരെ വന്നു എന്ന് വിചാരിച്ചാൽ മതിട്ടാ. ഇവിടം വരെ ക്യാൻഡിൽ നമ്മൾ റീടെസ്റ്റിന് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരെന്ന് വെച്ചാൽ ജസ്റ്റ് ചിലപ്പോൾ താഴോട്ടും വരും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? നമ്മൾ സോണായിട്ട് അതാണ് വരയ്ക്കുന്നത്. ഇത് വരച്ചു. ഇനി നെക്സ്റ്റ് എന്താ നമ്മളിത് ഇത് വരച്ചു വെക്കണം. ഇതിലേക്ക് റീടെസ്റ്റ് വരുന്നുണ്ടോ നോക്കണം. വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എന്താണ്? ഇതിലേക്ക് റീടെസ്റ്റ്. കിട്ടുന്നുണ്ടോ സാബിത്തെ? ഇപ്പം എന്താ ഞാൻ പറഞ്ഞത്? എന്ത് ബേസ് ചെയ്തിട്ടാണ് സ്ട്രാറ്റജി വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായോ? ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ടെന്ന് പറയുകയാണെങ്കിലും എന്താണ് ഇപ്പോൾ ബേസ് ചെയ്തതെന്ന് മനസ്സിലായോ? ട്രെൻഡ് ലൈൻ ആണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ടു വരച്ചു കഴിഞ്ഞ് ഈ സ്ട്രക്ചറും കൂടി വരയ്ക്കുക. എന്ന് വെച്ചാൽ അടിയിൽ അപ് ട്രെൻഡിനും മുകളിൽ നിന്ന് താഴോട്ട് ഡൗൺ ട്രെൻഡിനും വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്ട്രക്ചർ ഫിനിഷ് ചെയ്യുന്നിടത്ത് ഒരു ലൈൻ വരച്ച് വയ്ക്കുക. ലൈൻ എന്ന് വെച്ചാൽ ഈ സ്ട്രക്ചർ ഫിനിഷ് ചെയ്യുന്നിടത്ത് ഒരു ലൈൻ വരച്ച് വയ്ക്കുക. അവിടേക്ക് എത്തുന്നുണ്ടോ നോക്കണം. ചിലതെത്തില്ല, ചിലതെന്ത് ചെയ്യും? ചിലതെത്തില്ല, ചിലതെത്തും. എത്തുന്നു കണ്ടുപിടിക്കുക ആദ്യം, എത്താത്തതും കണ്ടുപിടിക്കാം. രണ്ടും കണ്ടുപിടിക്കണം. അങ്ങനെ വെച്ചിട്ട് എന്തുകൊണ്ട് എത്തിയില്ല, എന്തുകൊണ്ട് എത്തി എന്നുള്ളത് രണ്ടിനും ആൻസർ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുക മാർക്കറ്റ് സ്ട്രക്ചറിന്? പറഞ്ഞേ.
ആദ്യം മാർക്കറ്റ് സ്ട്രക്ചർ പോയി നോക്കുക. എന്ന് വെച്ചാൽ ഇതുപോലെ ട്രെൻഡ് ഉണ്ടോ നോക്കുക, അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ ഉണ്ടോ നോക്കുക. എന്നിട്ട് അപ് ട്രെൻഡിന് താഴെ നിന്നൊരു വര വരയ്ക്കുക. എല്ലാ സ്വിങ്ങും കൂടി ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുക. ഒരു ത്രികോണം പോലെ കിട്ടണം അല്ലേ? അല്ല, ഇത് നോക്കണ്ട. ഇത് പറഞ്ഞാല് ഇതൊരൊറ്റ ഇങ്ങനെ മാത്രമല്ല, ഇവിടെ കൺസോൾട്ടേഷൻ നടക്കും. ഇത് മാത്രമല്ല, ഇങ്ങനെ കൺസോൾട്ടേഷൻ നടക്കും, ഇങ്ങനെയും നടക്കും, ഇങ്ങനെയും നടക്കും. ഇത് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് നോക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ വരച്ചു വെക്കണം നിങ്ങൾ. ഈ ഏരിയ നിങ്ങൾ വരച്ചു വെക്കണം. ഈ ഒരു ഏരിയ വരച്ചു വെക്കണം. മുകളിൽ പോയാലും ഉള്ളിലാണെങ്കിലും ഏരിയ വരച്ചു വെക്കണം. ഈ ഷിഫ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വരച്ചു വെക്കാൻ പറഞ്ഞത്. ഷിഫ്റ്റ് മനസ്സിലായോ? ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഇതിങ്ങനെ വരച്ചു വെക്കണം. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ എന്തൊക്കെയാ നമ്മൾ ചെയ്യണം? ആദ്യത്തെ ഒരു പോയിന്റ് പറഞ്ഞേ, എന്ത് ചെയ്യണം നമ്മള്? പറയൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ? സ്ട്രക്ചർ ഐഡന്റിഫൈ അല്ലെ? സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ? ആദ്യം നമ്മൾ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യണം. ഏത് സ്ട്രക്ചറാണ്, മാർക്കറ്റ് സ്ട്രക്ചർ ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. വേണ്ടേ? അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് ചെയ്യണം. വേണ്ടേ? യെസ്. നെക്സ്റ്റ് എന്താ? ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യണം. ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യണം. മൂന്നെന്താ? സ്ട്രക്ചർ ഷിഫ്റ്റ് നടത്തുന്നിടത്ത് മാർക്ക് ചെയ്യണം അല്ലേ? സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്ക് ചെയ്യണം. പിന്നെന്താ? സ്ട്രക്ചർ ഫിനിഷ് ചെയ്യുന്നിടത്ത് മാർക്ക് ചെയ്യണം. സ്ട്രക്ചർ ഫിനിഷ് ആവുന്നിടത്ത് മാർക്ക് ചെയ്യണം. സ്ട്രക്ചർ ഫിനിഷ് ആവുന്നത് മാർക്ക് ചെയ്യണം. ഇതാണ് ഒരു സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാനുള്ള നിങ്ങളുടെ എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാനുള്ള എക്സസൈസ്. കിട്ടിയോ നിങ്ങൾക്ക്? ഇനിയുണ്ട് മാർക്കറ്റ് സ്ട്രക്ചറിൽ കുറച്ച് കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം പറയട്ടെ. ഇനി മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം ഇതായിട്ട് ഇതിനെന്താണ് പറയുക നമ്മൾ? ഈ ഏരിയന് ഏറ്റവും താഴെയുള്ള ഏരിയന്, ഇത് പോട്ടെ, വരച്ചതല്ല, ഇതിനെന്താ പറയാ? ട്രെൻഡ് തുടങ്ങിയ സ്ഥലം അതൊരു ലോ പോയിന്റ് അല്ലേ? ട്രെൻഡ് തുടങ്ങിയതാന്ന് എനിക്ക് മനസ്സിലായി. അതെന്താണ്? ഒരു ലോ പോയിന്റ് അല്ലേ? അതൊരു ലോ പോയിന്റ് ആണ് അല്ലേ? അതിനെ ഞാൻ ലോ എന്ന് ഇവിടെ വെച്ചു. ഓക്കെ. അപ്പൊ ഇതാണെങ്കിലോ? ഹൈ ആണ്. ഓക്കെ, നോട്ട് ചെയ്യണം കേട്ടോ. അത് ഞാൻ പറയുന്നത് നോട്ട് ചെയ്യണം. ഹൈ ആണ്. അപ്പൊ ഇതോ? ഹൈയുടെ ലോ ആണ്. അങ്ങനെ പറഞ്ഞു കാണാപ്പാടം പഠിച്ചു വെച്ചോളൂ, അങ്ങനെ പറയല്ലേ. അതിന്റെ മീനിങ് പറഞ്ഞിട്ട് ഈ ഹൈയുടെ ലോ ആണിത് അല്ലേ? ഈ ഹൈയുടെ ലോ ആണിത് അല്ലേ? മാർക്കറ്റ് മൂവ് ചെയ്യുന്ന മുകളിൽ നിന്ന് താഴോട്ടേക്കല്ലേ? ഇങ്ങനെയല്ലേ മൂവ് ചെയ്തത് അല്ലേ? ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ലോ ആണിത് അല്ലേ? ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ എന്താ മാർക്ക് ചെയ്യുക? ഹൈന്റെ ലോ ആകുമ്പോൾ പറയാം ഹയർ ലോ. എന്താണ്? ഹയർ ലോ. ഇത് ഹൈയുടെ ആണ്. അപ്പൊ ഇതോ? ഹൈയുടെ ഹൈ. നമ്മൾ ഹൈ മുകളിലേക്ക് പോകുമ്പോൾ ഹൈ വെച്ചിട്ടാണ് കേട്ടോ. മുകളിലേക്ക് പോകുമ്പോൾ ഹൈനെയാണ് നമ്മളെപ്പോഴും കൂട്ടുപിടിക്കുക. താഴോട്ട് വരുമ്പോൾ ലോയിനെയാണ് കൂട്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? ഇതെന്താണ്? ഹയർ ഹൈ. ഈ ഒരു പാറ്റേൺ എവിടം വരെ പോവും? ഇതൊക്കെ ഇനി എങ്ങനെ പോവാ?
ഓക്കെ, കിട്ടിയോ? ഇത് മുകളിലോട്ട് പോകുമ്പോൾ ഒക്കെ എന്താ നമ്മൾ ഹൈനെയാണ് കൂട്ടുപിടിക്കുക, അല്ലേ? അല്ലേ? അതെ. മുകളിലോട്ട് പോകുമ്പോൾ ഒക്കെ നമ്മൾ ഹൈനെ കൂട്ടുപിടിച്ചു. ഓക്കെ, ഇവിടുന്ന് എന്ത് സംഭവിച്ചു? ഇവിടുന്ന് ഒരു ഷിഫ്റ്റ് വന്നു, താഴോട്ടേക്ക് ഷിഫ്റ്റ് വന്നു. ഇത് ഇവിടെ വരാം, ഇവിടെയും വരാം. ഇത് ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ എന്താ പറയാ നമ്മൾ? എന്താ പറയാ? ഇത് ഹയർ ലോ തന്നെയാണ് ഇതിന്. കാരണം ഇതിന്റെ ലോ അല്ലേ? അല്ലേ? ആണല്ലോ, ഇതിന്റെ ലോ അല്ലേ? Yes, yes. അതെ അതെ. അല്ലേ? അപ്പൊ നമ്മൾ ഇതിന് ഹയർ ലോ എന്ന് തന്നെയാണ് പറയാ. ഹയർ ലോ എന്ന് വെച്ചാൽ ഇതും ഹയർ ലോ തന്നെയാണ്. ഇത് ഹയർ ലോ ആണ്. അപ്പൊ ഇതോ Lower low. ലോവർ ലോ. ഈ ഹൈയുടെ ഞാൻ പറഞ്ഞില്ലേ, മുകളിൽ പോകുമ്പോ ഹൈയുടെ ലോ അല്ല വരുന്നത്. ഹൈയുടെ ലോ എന്ന് വെച്ചാൽ ലോവർ ഹൈ. ഹൈയുടെ ലോ അല്ല വരുന്നത്, ലോവർ ഹൈ, അല്ലേ? Lower high. Okay. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരുമ്പോ ട്രെൻഡ് ലൈൻ ഇവിടുന്നല്ല സ്റ്റാർട്ട് ചെയ്യാ, അല്ലേ? കൺഫ്യൂഷൻ ആയോ ആർക്കെങ്കിലും? ഇപ്പൊ പറയണോ? കൺഫ്യൂഷൻ ആയോ? എന്ന് വെച്ചാൽ ഈ ഹൈ ഇതിന്റെ മുകളിൽ പോയാൽ മാത്രമാണ് നമ്മൾ ഹയർ ഹൈ എന്ന് പറയാം, അല്ലേ? അല്ലേ? ഇതിങ്ങനെ പോകുമ്പോഴല്ല ഹയർ ഹൈ എന്ന് പറയാ. അതിന്റെ താഴെ വരികയാണെങ്കിലോ Lower high. ലോവർ ഹൈ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കും ഈ ഹയർ ലോ എന്നുള്ളത് ഇവിടെ വെച്ചുകൂടാന്നുള്ളത്? കാരണം ഹൈയുടെ ലോ അല്ലേ എന്നുള്ളത് ചോദിക്കും. ഹയർ ലോ എന്നുള്ളത് എന്ത് വെച്ചുകൂടാന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു, താഴോട്ട് വരുമ്പോൾ നമ്മൾ ഏതിനെ പിടിക്കുക? താഴോട്ട് വരുമ്പോൾ ലോവറിനെയാണ് പിടിക്കുക. ഈ ലോവറിന്റെ ഹൈ ആണ്. എന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ചെയ്യാത്തോടത്തോളം, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാത്തോടത്തോളം ഈ ലോവിന്റെ ഹൈ ആണ് ഇവിടെ. മനസ്സിലായോ? ഏത് ബ്രേക്ക് ചെയ്യാത്തോടത്തോളം? ഈ ഹൈ ബ്രേക്ക് ചെയ്യാത്തോടത്തോളം എന്താണ് അവിടെ? പെട്ടെന്ന് പറയാം. എന്താണ് അവിടെ? ലോവിടെ ഹൈ ആണ്. ആ ലോവർ ബ്രേക്ക് ആകാത്തോടത്തോളം എന്താ? ലോവർ ഹൈ. കിട്ടിയോ? ലോവർ ഹൈ കിട്ടിയില്ലേ? കഴിഞ്ഞ ട്രെൻഡ് ലൈനിൽ ആരായിരുന്നു രാജാവ്? അപ് ട്രെൻഡില് ആരായിരുന്നു രാജാവ്? ഹൈ ആയിരുന്നു രാജാവ്. താഴോട്ട് വരുമ്പോ ആരായിരിക്കും? Low. ലോ. അപ്പൊ നമ്മൾ ലോ പിടിക്കുന്നത് ഇവിടുന്നല്ലേ? അല്ലേ? ലോ എന്ന് താഴെയല്ലേ, ഹൈ അല്ല മുകളിൽ വരുന്നത്, അല്ലേ? എല്ലാവർക്കും അറിയാലോ. ഹൈ മുകളിലും ലോ താഴെ വരുന്നത് അറിയാലോ, അല്ലേ? അപ്പൊ ഇതിന്റെ ലോവർ ഹൈയുടെ ലോ എന്തായിരിക്കും? ഹൈയിൽ നിന്ന് താഴോട്ട് വന്നാൽ എന്തായിരിക്കും? ലോവർ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ലോവർ ലോ. എനിക്കറിയാം ഇത് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുള്ളു. കാരണം പഠിച്ചു വെച്ച ആൾക്കാരാണ് ചാടി പറയണമെന്നുള്ളത് എനിക്കറിയാം. അതെനിക്കറിയാം. ലോവർ ലോ. അപ്പൊ നേരത്തെ കണ്ടിന്യൂഷൻ ഇവിടെ സംഭവിക്കുന്നത്, അല്ലേ? അതെ അതെ. ലോവർ ഹൈ, ലോവർ ഹൈ, ലോവർ ലോ. ഞാൻ ഇത് മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ലോവർ ലോ. ഇത് ആർക്കെങ്കിലും കൺഫ്യൂഷൻ സംഭവിച്ചിട്ടുണ്ടോ? കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ? ഇല്ലല്ല. ഉണ്ടെങ്കിൽ പറയട്ടോ. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ എന്ന് പറയും. പറഞ്ഞിട്ടുണ്ടോ? കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും ആയില്ലേ? എന്ന് വെച്ചാൽ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ഏരിയ മാർക്ക് ചെയ്യണം. ഇതും നിങ്ങൾ മാർക്ക് ചെയ്യണം. എന്തൊക്കെ മാർക്ക് ചെയ്യണം ചാർട്ടില്? ലോവർ ഹൈ, ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. മാർക്ക് ചെയ്തോ? ഇതും മാർക്ക് ചെയ്യണം നിങ്ങൾ.